ഇവിടെ നിൽക്കായിരുന്നു. നമുക്ക് ഡാൻസ് കളിക്കാം. ആൾക്കാരൊക്കെ നോക്കുന്ന അല്പം ഗൗരവത്തോടെ നിൽക്കുക. ഒരു ഗൗരവക്കാരൻ. ഞാൻ എന്തായാലും ഡാൻസ് കളിക്കാൻ പോകും. മോനെ റോഹ മറ്റൊന്നും വിചാരിക്കണ്ട, അവൾക്കെല്ലാം കളിയാ. ഇപ്പോഴും ചെറിയ കുട്ടിയാണെന്ന വിചാരം. അത്ര ഇന്നസെന്റാ. അതെ, വയസ്സ് 24 ഇപ്പോഴും കുട്ടിയാണെന്ന് വിചാരിക്കുന്നവരെ ഇന്നസെന്റ് എന്നല്ല. ബെസ്റ്റ് കോംപ്ലിമെന്റ്സ് ഓഫ് ദ ഡേ. കൊള്ളാം. എന്തായാലും ഇവിടെയുള്ള വട്ടനൊരു കൂട്ടായി. നല്ല സ്മെല്ല് വരും. ആഹാ, അപ്പൊ നീ കാശിന് വേണ്ടിട്ട് അവനെ ബലി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? പെരത്തുമ്പോ വാഴ വെട്ടാൻ നിക്കല്ലോ ഉമ്മച്ചാ. വാഴ വെട്ടാനല്ല, പുര കത്താതിരിക്കാനാ ഞാൻ നോക്കണത്. അവൻ എന്റെ സ്വന്തം അനുജനല്ലടാ. അവന്റെ തലയിൽ ഒരു പ്രാന്തിയെ കെട്ടിവെക്കാൻ നിനക്ക് എങ്ങനെ തോന്നണടാ? ഒരു ചെറിയ പ്രശ്നമുള്ള പെണ്ണിനെ നിങ്ങൾ ഭ്രാന്തിയാക്കിയോ? ചെറിയ പ്രശ്നം. നീ താഴെ വന്ന് നോക്ക്, അപ്പറിയാം. ഞാൻ താഴെ വരാം, നിങ്ങളത്തെ ചെല്ല് തൽക്കാലം. ഇപ്പൊ വരണം. ഞാൻ വരാം. ഓക്കെ. അല്ല, ഇയാൾക്ക് എന്ത് പറ്റി? എൻ്റെ ഒരു ഫ്രണ്ടാ, അടിച്ചിത്തിരി ഓഫായി പോയതാ. ബെസ്റ്റ് ഫ്രണ്ട്. ഇതുവരെ കർത്താവ് കൂടെ അങ്ങനെ പിടിച്ചെന്ന് വിചാരിച്ചു. ഇത് രക്ഷപ്പെടുത്തിയ ഞാൻ ഒരെണ്ണടിച്ചിട്ട് വരും. മൗനോ? അതൊക്കെ പണ്ട്. ഇനി എന്തപ്പനാന്ന് പറഞ്ഞ ആരാണ് അവ കയറി വരാൻ പോകുന്നത്? ഇവിടെ കിടന്ന് കരഞ്ഞ് നാട്ടുകാരെ അറിയിക്കരുത്. ഇതൊരു കല്യാണ വീടാണ്. അതേലും ചെയ്യ്. പൊക്കോ. ശരി. ഇച്ചാൻ ആരെ അന്വേഷിക്കുന്നേ? എൻ്റെ അമ്മച്ചിയെ. ദേഷ്യപ്പെടല്ലേ ചായ? എൻ്റെ അമ്മച്ചി മരിച്ചോയില്ലേ? എനിക്കറിയാം ഇച്ചാൻ കാമുകയല്ല അന്വേഷിക്കുന്നേ. ആളോട് നിപ്പുണ്ട്. ഇന്ന് അവൾ ഏത് റൂമിലോട്ട് കൊണ്ടുവന്നേ? ഒരുമാതിരി വർത്താനം പറയല്ലേ സൂസൻ. ദേഷ്യപ്പെടല്ലേ ചായ? അന്നത്തെ പോലെ ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് കയറി വന്നു വെറുതെ ഡിസ്റ്റർബൻസ് സൗണ്ടാന്ന് വിചാരിച്ചിട്ടില്ല ഞാൻ ചോദിക്കുന്നേ. സൂസൻ, എൻ്റെ ആസനത്തിന് തീ പിടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലായോ? നീ ഇവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കണം. ക്ഷോണിച്ചോലെ കേട്ടോ? ഭക്ഷണം കഴിച്ചിട്ട് പോണേ. ഇനിയെങ്കിലും അങ്ങോട്ട് വരാൻ സമയം കിട്ടും. വരാ. ചെല്ല്.
ഇതാണ് അവസ്ഥ. ഇപ്പൊ എന്ത് പറയും? അവളെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. മുതിർന്ന ശേഷം പോരായിരുന്നു കല്യാണം. എന്നോ സാർ റോയിന്ന് വന്നേ. റോയ് വാ. അതെ, അങ്ങോട്ട് മാറിയില്ല. 5 മിനിറ്റ് സംസാരിക്കട്ടെ. ഞാൻ നേരത്തെ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. അത് പറയാൻ മാത്രമൊന്നുമില്ല, അതുകൊണ്ടാ. എന്നാന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറ. ആ മോളിങ്ങനെ പലപ്പോഴും എക്സൈറ്റഡ് ആവും. അത് ചെറിയൊരു പ്രശ്നമാണ്. കണ്ടെടുത്തോളേ ചെറിയൊരു പ്രശ്നമല്ല. അളിയ മനസ്സമ്മതം മാത്രമല്ല കഴിഞ്ഞിട്ടുള്ളൂ. നമുക്ക് അതെ, അയ്യോ റോയ് ചതിക്കല്ലേ. ഇത്ര ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫംഗ്ഷനൊക്കെ നടത്തിയിട്ട് ഞാൻ എന്ത് വേണേലും ചെയ്യാം. സ്ത്രീധന തുക വല്ലതും കൂടുതൽ വേണം. ശേ, നമ്മളെന്താ കാശിന് വേണ്ടി എന്ത് ചെയ്യുന്നതാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഈ കുടുംബത്തിന്റെ നിലയും വിലയൊക്കെ നിൽക്കറിയോ? ഞാനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല, സോറി സർ. റോയ്, കാശെന്ന് പറഞ്ഞാലേ എത്ര കൂടുതൽ തരും? എന്ത് വേണം നിങ്ങൾക്ക്? ലക്ഷ്മണോട് സംസാരിച്ചാൽ ഞാൻ ഇപ്പോൾ വരാം. ഈ കണ്ടെടുത്തോളേ കൊച്ചിന് മുഴുത്ത വട്ട. അപ്പോ അതിനനുസരിച്ചൊരു റേറ്റ് വേണമല്ലോ, അല്ലേ? പറ. എന്റെ കൊച്ചയൊന്ന് പതുക്കെ, നിന്റെ കൂമ്പ് കാടി പോടി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ അതൊരു ശീലാവും. നീ ഒന്ന് ആഞ്ഞു വലിച്ചേ. എന്നാണ് ചെയ്യുന്നത് ഇവിടെ? ചപ്പാത്തി ചുടുക. എന്താ ചായ കണ്ടു? ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങളുടെ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഇല്ലേ ഈ ചായ, ഇവന്മാർക്കൊന്നും ഓരോ വിവരമില്ലേ ചായ. എന്റെ ഈ ചായന് അങ്ങനെയല്ല. എന്റെ ചായന് ഭയങ്കര ജനറൽ നോളജാ, അല്ലേ? അങ്ങനെയാണ്. അതെല്ലാം റോയിച്ചനോട് ചോദിച്ചാൽ മതിയല്ലോ, എല്ലാം പറഞ്ഞു തരുമല്ലോ. ഗുഡ് ഐഡിയ. ചായ പറയിച്ചായ വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പറഞ്ഞു കൊടുക്കിച്ചായ, പറഞ്ഞു കൊടുക്കിച്ചായ. ഞാൻ പറഞ്ഞില്ലേ ഈ ചായന് നല്ല ജനറൽ നോളജ് ആണെന്ന്. വെപ്പാട്ടിയുടെ പുല്ലിങ് എന്താ പുല്ലിങ്ങ കൈ വേദനിക്കുന്നു. വീട് നിന്നോട് ഞാൻ പലവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കിടന്ന് ഷോ കാണിക്കരുത് എന്നുള്ളത്. ഇനി വീട് വിട്ട് പുറത്തേക്കിറങ്ങി മുട്ടുകളെ ഞാൻ തല്ലുപിടിക്കും. മനസ്സിലായല്ലോ? കയറി പൊടിയായത്. രാജ, ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കോ? എന്നാണ് ഞാൻ കരളിനെ അനുസരിക്കാതിരുന്നത്? ആജ്ഞാപിക്കൂ. നീ ഒരു കല്യാണം കഴിക്കണം. ലിസി, അതുമാത്രം എന്നോട് പറയരുത്. എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രതിഷ്ഠയുള്ളൂ, അത് നീയാണ്. മറ്റൊരു പെൺകുട്ടിയെക്കുറിച്ച് സങ്കല്പിക്കാൻ പോലും എനിക്ക് കഴിയില്ല ലിസി. രാജ, നീ എന്നെ വേദനിപ്പിക്കരുത്. കൂട്ടിനാരുമില്ലാതെ, സ്വന്തമായിട്ടൊരു കിടപ്പാടമില്ലാതെ, വല്ലവരുടെ ഏച്ചിൽ കഴുകി ജീവിക്കുന്ന രാജനെ എനിക്ക് കാണാൻ വയ്യ. എൻ്റെ ഒരു കൂട്ടുകാരി ഗൾഫിലുണ്ട്. ഞാനൊരു വിസ. എന്നെ നാട് കടത്താനാണോ നീ നോക്കുന്നത്? ലിസി, ഞാൻ ഒറ്റയ്ക്കല്ല. നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ എനിക്ക് കൂട്ടുന്നുണ്ട്. ഇന്ന് എല്ലാ ദിവസവും ഞാൻ നമ്മുടെ ആ പഴയ കോളേജിലെ കാറ്റാടി മരങ്ങൾക്കിടയിലൂടെ നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളും പേര് നടക്കാറുണ്ട്. എനിക്കത് മതി ലിസി, അത് മാത്രം മതി ഈ ജന്മത്തിൽ. അറിയാ, ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ട്. എപ്പോ തുടങ്ങിയത്? അതൊക്കെ നാണക്കേടായല്ലോ ലക്ഷ്യം. ഇവളി നിന്റെ അനുസരിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാക്കുക തലക്കോട്ടാന്ന്. മനസ്സിലാകുന്നു, ഓൾറെഡി മനസ്സിലായി.
ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധന തുക ഡബിളാക്കി. അയ്യോ. ബാത്റൂമില് വീണതാ. തലക്കാണ് പരിക്ക്. സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ മാറും. ചേട്ടായി പോലെ ചേട്ടായി വാ മോളെ ഇത് നോക്കിയേ വാ ചേട്ടാ, വാ ചേട്ടാ, ഡാൻസ് കളിക്കാം. ഡാൻസ് കളിക്കാം നമുക്ക്. ഏയ്, അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് നല്ല സ്റ്റാമിനയാന്ന് അറിയോ? ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലെന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങള് ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട്. അല്ലേ ഇച്ചായ? നടക്കിങ്ങോട്ട് നടക്ക്. പുന്നാര മോനെ. ഹായ് അവിഹിതം. വേണ്ട, ഇത് എന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് പോ, വേണ്ട പോ. കേട്ടോ. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ ഇത്. പറഞ്ഞില്ല, സംസാരിക്കാം. അടുത്തു ചേട്ടായി മറ്റെന്തായിരുന്നെങ്കിലും സഹിച്ചേനെ. പക്ഷെ ഇത് ശ്ശേ. ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ട്. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലയ്ക്കുന്നേ. റോഹ, നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിച്ചേൻ്റെ പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുമായിട്ട് ഈ പെണ്ണിന്റെ അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ വിഷം. കടം കയറി ഒരു നിവൃത്തിയില്ലാതായപ്പോൾ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനൻ്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഇച്ചായ, ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷയോടാണ്. ഇതല്ലേ നല്ലത്. എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്. മിസ് ചെയ്യാനേ പാടില്ല. എന്നെ